പോവുകയാണ്. NSS സെക്രട്ടറി G. സുകുമാരൻ നായർ ഇപ്പോൾ മാധ്യമങ്ങളോട് സംസാരിക്കുകയാണ്. അനുവാദം ചോദിച്ചു, കൊടുത്തു. ഇവിടെ ഉണ്ടായിരുന്ന സർവ്വ അങ്ങോട്ട് ചെന്ന് നോക്കിയേ, കഷണ്ടിത്തല പോലെ എല്ലാ മരങ്ങളും വെട്ടി നശിപ്പിച്ച് ഇതാക്കി. ഞങ്ങൾ ഒറ്റ അക്ഷരം വേണ്ടിയില്ല. എന്നാ ചോദിച്ചപ്പോൾ എന്നാന്ന് പറയും, SPGക്കാരാണ്. SPGക്കാർ അത് വെട്ടാൻ പറഞ്ഞാൽ അത് വെട്ടിക്കണം. ഇവിടെയൊക്കെ കൊലച്ച് മറിഞ്ഞ് കിടന്ന മാവൊക്കെ വെട്ടി ആ മാങ്ങ എല്ലാം നശിപ്പിച്ച് കളഞ്ഞത്. അപ്പം നമ്മളിവിടെ പോലീസ് അധികാരികൾ അയ്യോ ഞങ്ങളതിനകത്ത് ഇടപെടത്തില്ല. SPG എല്ലാത്തിനും അതീതമാണ്. വൈസ് പ്രസിഡൻറ്റിനേക്കാൾ കൂടിയ അധികാരമാണ്. വൈസ് പ്രസിഡൻറ്റ് പറഞ്ഞാൽ പോലും SPG കേൾക്കട്ടെ എന്ന് പറഞ്ഞു. എന്തെങ്കിലും ആട്ടെ കഴിയട്ടെന്ന് പറഞ്ഞു. അന്ന് വൈകിട്ട് നേരത്തെ പ്ലാൻ ചെയ്ത പ്രോഗ്രാം, ഈ അങ്ങനെയാണെങ്കിൽ പ്രോഗ്രാം നേരത്തെ പ്ലാൻ ചെയ്തായിരുന്നല്ലോ, അങ്ങനല്ലേ ഇവിടെ വന്നത്. അന്നൊന്നും ചോദിക്കാതെ ഈ തലേ ദിവസം, ഇദ്ദേഹം വരുന്ന തലേ ദിവസം അവിടുത്തെ സെക്രട്ടറി ഇങ്ങോട്ട് വിളിച്ച് പുഷ്പാർച്ചന നടത്തണം എന്നെ വിളിച്ചു പറഞ്ഞു. ഞാൻ പറഞ്ഞത് മുൻപൊരു അനുഭവമുണ്ട്. ഈ SPGക്കാരുടെ നിന്ന് കൺട്രോൾ വിട്ട് അവർ അവിടെ ഒന്നും ചെയ്യാനൊക്കത്തില്ല. ഇതൊരു ക്ഷേത്രമാണ്, അവിടെ പട്ടിയെ കയറ്റി അന്വേഷിക്കാനൊന്നും ഞങ്ങൾ സമ്മതിക്കുകയില്ല. പട്ടി അപ്പുറത്ത് നിൽപ്പുണ്ട് സാറേ, 2 പട്ടി അവിടെ എല്ലാം മണത്തേച്ച് നിൽക്കുക, ഇതിനകത്തോട്ട് കയറ്റി മണക്കാൻ പറ്റുകയില്ല എന്ന് പറഞ്ഞു. അതിനകത്ത് ഇത് പറ്റുകയില്ല എന്ന് പറഞ്ഞു. അദ്ദേഹത്തിന് വേണമെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ ബന്ധുക്കളോ ആരെങ്കിലും കൂടെ ഉണ്ടെങ്കിൽ അവരോട് പറഞ്ഞേച്ച് അകത്ത് കയറി തൊഴുതേച്ച് ഇറങ്ങാറുന്നില്ല. അങ്ങനെയല്ലേ എല്ലാവരും ഗുരുവായൂർ അമ്പലത്തിൽ പോയാൽ എങ്ങനെയാണ് പോകുന്നത്? SPGക്കാരകത്ത് കയറുകയാണ്. ആരെങ്കിലും അങ്ങയുടെ ഒരു അംഗരക്ഷകം കൂടെ കാണും, അല്ലാതൊന്നുമില്ല. അപ്പം അതുകൊണ്ട് ആ സംഭവം അതങ്ങനെ ആയിരുന്നു നടന്നു. ഇതിലിപ്പോ സുരേഷ് ഗോപി പറഞ്ഞറിയാം, പെരുന്ന ഞങ്ങൾ ശുദ്ധീകരിക്കുന്നു, എന്തായിരിക്കും അദ്ദേഹം ഉദ്ദേശിക്കുന്നത്? അല്ല, അദ്ദേഹം അതിനേക്കാൾ എളുപ്പം അദ്ദേഹത്തിന് അവരുടെ അമ്മ എന്ന് പറഞ്ഞൊരു സംഘടനയുണ്ട്, ഇദ്ദേഹം കൂടെ ഉള്ളതാണല്ലോ, അവിടെ ഒന്ന് പോയി ശുദ്ധീകരിച്ചേച്ച് വരട്ടെ. NSSൽ ഈ ജനിച്ച പിന്നെ NSS കയറുന്നത് അന്ന് ഇവിടെ പുഷ്പാർച്ചന നടത്താൻ അയാൾ കയറുന്നു. ആ നായരാ, അതൊക്കെ എന്ത് ഇയാളെ NSSന് തീർക്കുമെന്ന് പറഞ്ഞിട്ടുള്ളവരാരും അവർ തീർന്നിട്ടുള്ളതല്ലാതെ ഇവിടെ വേറെ ഞങ്ങൾക്കൊന്നും ഒരു വിഷമവും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് എന്നാ തീർത്താനാ ഒരു വ്യക്തത വരുത്തിയതാണ് ഈ വിഷയത്തിന് പിന്നാലെ. അപ്പോൾ ഇവർ വീണ്ടും ഈ ഡൽഹിയുടെ പരിപാടിയിൽ വെച്ച് വീണ്ടും ഈ വിഷയം ആവർത്തിച്ച് പറഞ്ഞതിൽ എന്തെങ്കിലും ലക്ഷ്യങ്ങളും മറ്റെന്തെങ്കിലും ലക്ഷ്യമുള്ളത് ഉണ്ട്. അതിൻ്റെ പിന്നിൽ സുരേഷ് ഗോപിയുടെ രാഷ്ട്രീയ ലക്ഷ്യമുണ്ട്. അതാ പാവം പിടിച്ച വൈസ് പ്രസിഡന്റിനെ കൂടെ അതിനകത്ത് വലിച്ചടച്ചെന്നുള്ളൂ. ഈ ഡൽഹിയിലുള്ള കരയോഗമാണ്. ആ കരയോഗം NSSുമായി ഒരു ബന്ധമില്ലാത്ത, അവിടെ രജിസ്റ്റർ ചെയ്ത് പ്രവർത്തിക്കുന്ന ആ കരയോഗക്കാർക്ക് നമ്മളോട് ഈർഷ്യയുണ്ട്. കാരണം ലോകത്തെ മുഴുവൻ സംഘടനയാക്കാൻ വേണ്ടി അവർ ശ്രമം നടത്തി, എന്നിട്ട് നമ്മുടെ മേളിൽ കൊട പിടിക്കാൻ വേണ്ടി. അത് നടന്നില്ല. ഇപ്പോൾ ലോകം മുഴുവൻ നായന്മാരുണ്ട്. അവർ ഡൽഹിക്കാണോ വരുന്നത്, കേരളത്തിലേക്കാണോ വരുന്നത്? അവരുടെയൊക്കെ തറപാട് ഇവിടെ തന്നെ. അവിടെ ആരാ NSSുമായി ഒരു ബന്ധവും ഇല്ല. അത് തീർത്ത് പറയാം. അതിനുശേഷം രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞ നിലപാട് അന്ന് സ്വാഗതം ചെയ്യുന്നു. എന്തോ രാജീവ് ചന്ദ്രശേഖർ അല്ല, അത് അദ്ദേഹത്തിന്റെ മര്യാദ. ഈ രണ്ടുപേരെയും രാജീവ് ചന്ദ്രശേഖർ തിരുത്തുമ്പോൾ സ്വാഭാവികമായി അവർക്ക് തിരിച്ചറിയാൻ കഴിയുന്നതല്ലേ NSSുമായി ബന്ധപ്പെട്ട് നേരിട്ടൊരു പരസ്യ പ്രതികരണം സുരേഷ് ഗോപി കുറച്ചുകൂടി ഒന്നുകിൽ അവിടെയുള്ളവർ ശുദ്ധീകരിക്കും, അല്ലെങ്കിൽ ശുദ്ധീകരണ പ്രവർത്തനം ഉണ്ടാകും, കോസ്മിക് ലോ എന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത്. ഇങ്ങനെയൊക്കെ മാധ്യമങ്ങളുടെ മുന്നിൽ പലതും ഞാൻ പറഞ്ഞ ഇയാൾ എന്തുകൊണ്ടാണ് ചൂലുകൊണ്ട് അടിച്ചു വാരുമെന്നാണോ പറഞ്ഞത്? ഇവിടെ
ഇയാളൊരു പുല്ലും ചെയ്യാനല്ല എന്നെ സുധനെ. ഈ പ്രത്യേക പ്രതിനിധികൾ വഴി ഇപ്പോ മുഖ്യമന്ത്രി ഒരു അനുനയത്തിന് ശ്രമിക്കുന്നുണ്ടോ? അതിനോട് എനിക്കറിഞ്ഞു. അദ്ദേഹം ശ്രമിച്ചു കേട്ടോ, നമ്മളില്ല. നമുക്ക് അദ്ദേഹത്തിൻ്റെ കോളും വേണം. ഒറ്റക്കാരൻ്റെ വീട് അപ്പോൾ ഈ മന്ത്രിസഭയിലുള്ള ഭൂരിഭാഗം ആളുകൾക്കും അല്ലെങ്കിൽ 1% ആൾക്കെങ്കിലും മുഖ്യമന്ത്രിയുടെ അതേ നിലപാടല്ലായിരിക്കും എന്ന് വിചാരിക്കുന്നുണ്ട് അല്ലേ? വല്ലതും പറഞ്ഞു മന്ത്രിമാരാരെങ്കിലും എന്തെങ്കിലും അഭിപ്രായം പറഞ്ഞു? വിമർശിച്ചിട്ടില്ല ഇതുവരെ ആരുമില്ല. അങ്ങനെയോ NSSനെ ഇതുവരെ വിമർശിച്ചിട്ടില്ല മറ്റു മന്ത്രിമാരും? ആരും ഒന്നും പറഞ്ഞില്ല. അങ്ങനെ വിമർശിച്ചിട്ടില്ല, ഞങ്ങളെയും വിമർശിച്ചിട്ടില്ല. രമേശ് പറഞ്ഞു ഞാനാണ് കാണുന്നു. എന്നാൽ ഈ പ്രവൃത്തി ശരിയല്ല എന്ന് പറയാൻ ഉള്ള ആത്മധൈര്യം ഇദ്ദേഹത്തിനുമില്ല. നേരത്തെ കോൺഗ്രസിൽ അത്തരത്തിലുള്ള അഭിപ്രായങ്ങൾ ശക്തമായി പറയുന്ന ആളുകളുണ്ടായിരുന്നു, തിരുത്തൽ ശക്തികളായി നിൽക്കുന്ന ആളുകൾ. ഇപ്പോൾ അതിന്റെ ഒരു അഭാവം ഉണ്ടെന്ന് തോന്നുന്നുണ്ടോ? മുഖ്യമന്ത്രി ഇങ്ങനെ നിലപാടെടുക്കുമ്പോൾ അതിനെ തിരുത്താൻ കഴിയുന്ന ആളുകളില്ല തോന്നുന്നുണ്ടോ? ഹൈക്കമാൻഡ് എന്ന് പറഞ്ഞ ഒരു സാധനം ഉണ്ടോ? രാഹുൽ ഗാന്ധി എവിടെ പോയി? പിന്നെ കോൺഗ്രസിന്റെ കാര്യം പറയണം. കൊടുത്തു കുഴപ്പമൊന്നുമില്ല. NSS സെക്രട്ടറി G. സുകുമാരൻ നായർ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു. മുഖ്യമന്ത്രി VD സതീശനെതിരെയാണ് NSSന്റെ ഇപ്പോഴത്തെ പ്രതികരണമെന്നത് രാഷ്ട്രീയമായി വളരെ ശ്രദ്ധേയമാണ്.